നേരത്തെ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വീടിൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് സെറ്റ് ചെയ്തത്. അവിടെ എക്സ്റ്റീരിയർ പണി നടക്കുകയാണ്. എക്സ്റ്റീരിയറിൽ നമ്മൾ ആകെ 2 കാര്യങ്ങളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഗേറ്റിന് പുറത്തുള്ള പ്ലാന്റർ ബോക്സിൽ ഹെലിക്കോണിയ സെറ്റ് ചെയ്തതും, അതേപോലെ ഒരു ഔട്ടർ കോർട്ട്യാർഡിൽ ഒരു പ്ലുമേരിയയും അതിന് ചുറ്റും പെബിൾസൊക്കെ ഇട്ട് സെറ്റ് ചെയ്തതും. എക്സ്റ്റീരിയർ ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട്, ലോൺ സെറ്റ് ചെയ്യാണ്ട്, അതേപോലെ സൈഡിൽ കൂടെയൊക്കെ വലിയ പ്ലാന്റ്സും സെറ്റ് ചെയ്യാണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയി പിന്നെ കാണാം. ഇപ്പോൾ നമുക്ക് ഇൻഡോർ സെറ്റ് ചെയ്ത പ്ലാന്റ്സൊക്കെ ഒന്ന് കാണാം. ആദ്യം നമുക്ക് സിറ്റ് ഔട്ട് മുതൽ തുടങ്ങാം. സിറ്റ് ഔട്ടിൻ്റെ സ്റ്റെപ്പിൻ്റെ 2 സൈഡിലും വലിയ ഒരു ചട്ടിയിൽ മിനിയേച്ചർ ഫിംഗർ പാമാണ് വെച്ചിട്ടുള്ളത്. ഇത് നമ്മൾ ഇവിടെ ലോണൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് ഇറക്കി വെക്കും. ഇപ്പോൾ നമ്മൾ സിറ്റ് ഔട്ടിൻ്റെ 2 സൈഡിലുമായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ ക്ലേ ബോൾസൊക്കെ ഇട്ട് നന്നായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പോട്ടിനും പ്രത്യേകത ഉണ്ട്. ഇത് പോളിമർ പോട്ടാണ്, നല്ല വലിയ പോട്ടാണ്. ഇത് മഴ കൊണ്ടാലും വെയിൽ കൊണ്ടാലും ഒന്നും ഒരു പ്രശ്നം പറ്റില്ല, അങ്ങനത്തെ നല്ല ടൈപ്പ് പോട്ടാണ്. ഇനി നമുക്ക് ഫോമൽ ലിവിങ് റൂമിൽ സെറ്റ് ചെയ്ത പ്ലാന്റ്സ് കാണാം. അത് ടി വിയുടെ സൈഡിൽ നല്ല വലിയ ഒരു പോട്ടിൽ, സെറാമിക് പോട്ടിൽ CC പ്ലാന്റാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, നല്ല വലിയ ഹെൽത്തി പ്ലാന്റാണ്. ഈ പോട്ടിനും ഒരു പ്രത്യേകത ഉണ്ട്. ഇത് കണ്ടോ, ഇവിടുത്തെ ഈ പാനലിങ്ങിന് മാച്ചായിട്ടുള്ള പോട്ടാണ്. ടി വിയുടെ ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ വെരിഗേറ്റഡ് നിയോൺ പോത്തോസാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതൊരു സെറാമിക് പോട്ടിൽ ഉണ്ടോ, നല്ല ബൗൾ പോലെ ഇരിക്കുന്ന ഒരു പോട്ടിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു ഗോൾഡൻ പോത്തോസും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു സെറാമിക് പോട്ട് തന്നെയാണ്. എല്ലാം സെറാമിക് പോട്ട് അല്ലെങ്കിൽ ഈ പോളിമർ പോട്ടാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു കലാത്തിയ പ്ലാന്റ് ഉണ്ട്. ഇനി ആ എഡ്ജിൽ, ആ മൂലയ്ക്കിൽ നിയോൺ പോത്തോസാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ അവരുടെ അമ്മയുടെ ഫോട്ടോ ഉണ്ട്. അതിന് മുന്നിൽ നിയോൺ പോത്തോ, നല്ല ബുഷിയായിട്ടുള്ള നിയോൺ പോത്തോസ് സെറാമിക് പോട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കോർട്ട്യാർഡിൽ കുറേ പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ഫ്ലവറിങ് പ്ലാന്റ്സും ഉണ്ട്, അതേപോലെ ഫ്ലവർ ഇല്ലാത്ത പ്ലാന്റ്സും ഉണ്ട്. അത് കാണുന്നതിന് മുമ്പ് നമുക്ക് കോണിയുടെ സൈഡിലും അതേപോലെ കോണി കയറി പോണ സ്റ്റെപ്പിൻ്റെ മുകളിലും കലാത്തിയും അഗ്ലോണിമയും സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം അത് നോക്കാം. ഇത് നല്ല സ്നോ വൈറ്റ് അഗ്ലോണിമ, നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റാണ്. അതും അതേമാതിരി പോളിമർ പോട്ടിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ സ്റ്റെപ്പ് കയറി കോണിയുടെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു ബുഷിയായിട്ടുള്ള കലാത്തിയ മാക്കോയാനുണ്ട്. കണ്ടോ, ഇത് നല്ലൊരു സെറാമിക് പോട്ടാണ്. നല്ല ഷേപ്പ് കണ്ടോ, നല്ല ഭംഗിയുള്ള വൈറ്റ് സെറാമിക് പോട്ടിൽ ഈ ഗ്രീൻ ലീഫും ഇതിലെ ഡിസൈനും കൂടെ ആയിട്ട് നല്ല ക്ലാസിക് ലുക്ക് ഉണ്ട്. കോണിയുടെ അടിയിൽ റെക്റ്റാങ്കിൾ ഷേപ്പ് പോട്ടിൽ ഫിംഗർ അറേലിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഓരോ പോട്ടിലും നമ്മൾ 3 പ്ലാന്റ് വീതമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനൊന്നും ഡ്രെയിനേജ് ഹോൾ ഇല്ലാത്ത ടൈപ്പ് പോട്ടാണ്. നല്ല വലിയ പ്ലാന്റ്സ് സെറ്റ് ചെയ്യാൻ പറ്റിയ പോട്ടാണ് എല്ലാം. ഇത് നല്ല ഹൈറ്റ് വന്നാൽ, ഒന്നുകൂടെ വളർന്നു വന്നാൽ നല്ല ഭംഗിയായിരിക്കും. ഇപ്പോൾ പ്ലാന്റ് അത്ര വലുപ്പം വന്നിട്ടില്ല, ചെറിയ പ്ലാന്റ്സ് ആണ്. ഇത് വളർന്നു വന്നാൽ ഒന്നുകൂടെ നല്ല ഭംഗിയായിരിക്കും. പൂജാ റൂമാണ്. പൂജാ റൂമിൻ്റെ 2 സൈഡിലും അരീക്ക പാമ്പിൻ്റെ മിനിയേച്ചർ ടൈപ്പ് ആണ് വെച്ചിട്ടുള്ളത്. ഇത് നല്ല ബുഷിയായിട്ട് നിൽക്കും. നമ്മുടെ മറ്റേ അരീക്ക പാമ്പ് പോലെ വല്ലാതെ ഹൈറ്റ് വരില്ല. ഇതിങ്ങനെ ബുഷിയായി നിൽക്കുന്ന നല്ല ഭംഗിയുള്ള പ്ലാന്റാണ്. 2 സൈഡിലും ഓരോന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഈ റൂഫിൽ കൂടെ നല്ല ഡേ ലൈറ്റ് കിട്ടും. അപ്പോൾ ഇവിടുത്തെ പ്ലാന്റ്സ് നല്ല ഹെൽത്തി ആയിട്ടിരിക്കും എപ്പോഴും. ഇനി ഈ കോർട്ട്യാർഡിൻ്റെ ഈ അറ്റത്ത് നല്ല ഹൈറ്റുള്ളൊരു പോട്ടിൽ ഫിലഡെൻഡ്രോൺ സാനഡുമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഫിലഡെൻഡ്രോൺ സാനഡുവിൻ്റെ ലീഫ് നമുക്കറിയാം. അതിൻ്റെ ലീഫ് മാർജിൻ നല്ല സെറേറ്റഡ്, നല്ല ഭംഗിയാണ്. അത് ഈ കോർണറിലേക്ക് നല്ല ആപ്റ്റാണ്. ആ പോട്ടും ടോളായിട്ടുള്ള പോട്ടും നല്ല ബുഷി പ്ലാന്റും. അടുത്തത് ഇന്നർ കോർട്ട്യാർഡ്. ഇന്നർ കോർട്ട്യാർഡിൽ നമ്മൾ ഫ്ലവറിങ് പ്ലാന്റ്സും അതേപോലെ ഫോളിയേജ് പ്ലാന്റ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഒരു റോയിൽ ഫുൾ ഗ്രൗണ്ട് ഓർക്കിഡ്സ് ആണ്. അത് പല കളറുണ്ട്, വയലറ്റ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, അതേപോലെ ഡബിൾ ഷെയ്ഡിലുള്ളതുണ്ട്. എല്ലാറ്റിലും നല്ല പൂക്കൾ വന്നിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തുള്ളത് പാരിജാതം, നടുക്കിൽ പാരിജാതത്തിൻ്റെ വലിയ പ്ലാന്റാണ് ഇരിക്കുന്നത്. അതിൽ പൂക്കളുണ്ടാവും. അതിന് ചുറ്റും കുറ്റിമുല്ലയുണ്ട്. പിന്നെ മിൽക്കി ബാമ്പു അതിന് ചുറ്റും വെച്ചിട്ടുണ്ട്, ഗ്രൗണ്ട് കവറാവാൻ. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റായി ഒന്ന് ഗ്രോത്ത് വന്നിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയാവും, നിറച്ച് പൂക്കളും ഉണ്ടാവും. അതേപോലെ അടുത്ത സൈഡിൽ 2 അറ്റത്തും ഫിംഗർ അറേലിയാണ് വെച്ചിട്ടുള്ളത്. ഇത് ഇൻഡോറിലേക്ക് പറ്റിയ ഫിംഗർ അറേലിയാണ്. ഇത് ഔട്ട്ഡോറിലേക്കുള്ളത് വേറെ ഉണ്ട്. 2 ടൈപ്പ് ഉണ്ട്. ഫിംഗർ അറേലിയ 2 സൈഡിലും, നടുക്കിൽ പീസ് ലില്ലിയാണ് വെച്ചിട്ടുള്ളത്. പീസ് ലില്ലിയിലൊക്കെ ഇപ്പോൾ നല്ല പൂക്കൾ വന്നിട്ടുണ്ട്. നല്ല വെള്ളപ്പൂക്കളും നല്ല വലിയ ഗ്രീൻ ലീവ്സും കൂടെ ആയിട്ട് നല്ല ഭംഗിയായിട്ടാണ് ഇപ്പോൾ എല്ലാം ഇരിക്കുന്നത്. ഇനി സ്റ്റെപ്പിന് മുകളിൽ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട്, കലാത്തിയുടെ ഒരു വെറൈറ്റി. അത് ചെറിയൊരു സെറാമിക് പോട്ടിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്.
ഇനി നമുക്ക് ഡൈനിങ് സ്പേസിൽ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സിനെ കാണാം. ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. അതിൻ്റെ മുകളിൽ ഒരറ്റത്ത് നമ്മൾ ഒരു സെറാമിക് പോട്ടിൽ എൻജോയ് പോത്തോസാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ എൻജോയ് പോത്തോസ് നമുക്കറിയാം വൈറ്റും ഗ്രീനും കൂടെയുള്ള കോമ്പിനേഷൻ. പോട്ടാണെങ്കിലോ ഗ്രേയും വൈറ്റും കൂടെ. അപ്പോൾ അതിനൊരു കാലൊക്കെ ഉള്ളത് കൊണ്ട് ഒന്നൊരു ഹൈറ്റിലിരിക്കുക കാരണം നല്ല ക്യൂട്ടായിട്ടുണ്ട് അറേഞ്ച്മെൻറ്റ്. അതേപോലെ പിന്നെ ഇവിടെ ഒരു സ്റ്റാൻഡ് ഉണ്ട്. ചുമരിലൊരു ചെറിയ സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മളൊരു മിക്കാഡോ സ്നേക്ക് പ്ലാന്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഹാങ് ചെയ്യുന്ന ഒരു എൻജോയ് പോത്തോസും. രണ്ടും സെറാമിക് പോട്ടിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ സെൻറ്ററിലൊരു ഷോ പീസും കൂടെ വരും ഈ സ്പേസിൽ. അപ്പോൾ അവിടെ അത് ഫില്ലാവും. പിന്നെ ഈ വാഷ് ഏരിയയിൽ സ്നേക്ക് പ്ലാന്റിൻ്റെ തന്നെ വെറൈറ്റി സ്നേക്ക് പ്ലാന്റ് ലില്ലി പുട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതും സെറാമിക് പോട്ടിൽ തന്നെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് സ്നേക്ക് പ്ലാന്റ് ലില്ലി പുട്ട്. ഇനി 4 ബെഡ്റൂമുകളിലെ 2 ബെഡ്റൂമിൽ ഇപ്പോൾ പ്ലാന്റ്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടിലും ഇങ്ങനെ ഒരു കാലുള്ള അതേമാതിരി കുറച്ച് ഹൈറ്റിലുള്ള പോട്ടിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫിലഡെൻഡ്രോണാണ് 2 റൂമിലും സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് ഫിലഡെൻഡ്രോണിൻ്റെ ആ കുറച്ച് ബ്രൗണിഷ് ലീഫുള്ള ആ വെറൈറ്റിയും റെഡിഷ് ബ്രൗൺ ഉള്ള ആ വെറൈറ്റിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ പോട്ട് നോക്കൂ, ഇതൊരു മെറ്റാലിക് പോട്ടാണ്. അതിന് 3 വുഡൻ കാലുകളുണ്ട്. അതിൽ വേറെ പോട്ടിൽ സെറ്റ് ചെയ്തിട്ട് ഇറക്കി വെച്ചിരിക്കുകയാണ്. അതേപോലെ രണ്ടാമത്തെ ബെഡ്റൂമിലും ഫിലഡെൻഡ്രോൺ തന്നെയാണ് പറഞ്ഞുവല്ലോ. പോട്ടിന് ഒരു പ്രത്യേകത ഉണ്ട്. ഇത് അതിൻ്റെ കാല് കണ്ടോ, ഇങ്ങനെ കുറച്ച് കൂടെ ഹൈറ്റിലാണ്, വുഡനല്ല. ഇതും മെറ്റാലിക് തന്നെയാണ്. രണ്ടും ഡിഫറെൻറ്റ് ടൈപ്പാണ്. രണ്ടും മെറ്റാലിക് പോട്ട് തന്നെയാണ്. ഇതിലും ഫിലഡെൻഡ്രോൺ സെറ്റ് ചെയ്തിട്ടുണ്ട്. റൂമിലൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഒന്നിങ്ങനെ ഹൈറ്റിലിരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് നിലം ക്ലീൻ ചെയ്യുമ്പോഴും കാണാനും ഒക്കെ ഒന്ന് നല്ല ഭംഗിയായിരിക്കും. നല്ല ക്ലീനിങ്ങിനൊക്കെ നല്ല ഈസി ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ്സ്. ഇനി ഔട്ട്ഡോറായി സെറ്റ് ചെയ്യാനുള്ള പ്ലാന്റ്സ് ഏതൊക്കെ വേണമെന്നും എങ്ങനെയൊക്കെ വേണമെന്നും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പ്ലാനിങ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഔട്ട്ഡോർ സെറ്റ് ചെയ്യും. അതിനുശേഷം എല്ലാ പ്ലാന്റ്സിൻ്റെയും കൂടെ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.